ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിൽ നിർമ്മിച്ചത്? അത് ബ്രഹ്മപുത്ര. ഏറ്റവും നീളമേറിയ പാലം ബ്രഹ്മപുത്രയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്? അത് ഇരവികുളം ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. ഇനി മോൾ ദിനം ആയിട്ട് ആചരിക്കുന്നത് എപ്പോഴാണ്? ഒക്ടോബർ 23 മോൾ ദിനം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നൊരു ഹോർമോണാണ് അഡ്രിനാലിൻ. ഇനി ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡിസ് ഈജിപ്തി. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽക്കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. കൊല്ലവർഷം ആരംഭിക്കുന്നത് AD 825. ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? 603. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കയർ വ്യവസായമാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി സുബർണരേഖാ നദിയുടെ തീരത്താണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് നർമ്മദ നദീതട പദ്ധതി. ഡൽഹി കൊൽക്കത്ത ദേശീയപാത അത് NH2 ആണ്. ഡൽഹി കൊൽക്കത്ത NH2. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആസാം. ദിൻ ഇലാഹി എന്ന മതത്തിൻ്റെ സ്ഥാപകനാരാണ്? അക്ബർ ചക്രവർത്തിയാണ്. അടുത്തത് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കിയത് ആരുടെ ഭരണകാലത്താണ്? അത് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്താണ്. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച കാൺപൂരിലെ നേതാവാണ് ജനറൽ ഭക്ത്ഖാനാണ്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാണ് സർദാർ വല്ലഭായ് പട്ടേലാണ്. നവഭാരതത്തിൻ്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് അലി ജിന്ന. പ്രവി പഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലാണ്? ജയപ്രകാശ് നാരായണൻ്റെയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് സമ്മേളനം ബന്ധൂങ് സമ്മേളനം. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ഒരു ബാങ്കാണ് ഹിന്ദുസ്ഥാൻ ബാങ്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന ആശയത്തിൽ ഏത് രാജ്യത്തോട് കടപ്പെട്ടിരിക്കുന്നു? അമേരിക്ക. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണം നൽകുന്ന അവാർഡാണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് ഗുൽസാർലാൽ നന്ദ. ഒരാൾ എങ്ങനെ മരിക്കണമെന്ന് മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകമുണ്ടാവണം, അതാണ് എൻ്റെ സ്വപ്നം. മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് മാർക്വസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സംസ്ഥാനമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമം അറിയപ്പെടുന്നതാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്നാണ്. പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് അറിയപ്പെടുന്നു.